വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും തെരുവിലിറങ്ങി പ്രവർത്തകർ. വി ഡി സതീശൻ അനുകൂലികൾ മലപ്പുറത്ത് പ്രകടനം നടത്തി. മതേതര കേരളം വി ഡി സതീശനൊപ്പം എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രകടനം. മലപ്പുറം ടൗണിലാണ് പ്രകടനം നടന്നത്. തിരുവനന്തപുരത്തും പ്രകടനം തുടരുന്നു. മുഖ്യമന്ത്രി തർക്കം അനിശ്ചിതമായി നീളുന്നതിനിടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇന്ന് ഡൽഹിയിലെത്തും. ഇത് നേതാക്കളോടും ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. വലിയ മാർച്ചാണ് നടക്കുന്നത്. പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നുള്ള ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും ഉൾപ്പെടെ വി ഡി സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ആണ് തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷം വി ഡി സതീശന് ഇല്ല, കുറവാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ വരുമ്പോൾ പക്ഷേ തെരുവിലിറങ്ങി വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. 2021 കിടന്ന UDF-നെ 2026 നയിച്ചത് വി ഡി സതീശനാണ്. അതുകൊണ്ട് സതീശനാണ് മുഖ്യമന്ത്രിയാവേണ്ടതെന്നാണ് സതീശൻ അനുകൂലികളുടെ വാദം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ തെരുവിലിറങ്ങി ഇപ്പോൾ പ്രതിഷേധം തുടരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. എന്തായാലും വി ഡി സതീശൻ അനുകൂലികൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഒരു പെട്രോൾ ഒഴിച്ചുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ആയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടും ചില പ്രവർത്തകരുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണല്ലോ സാഹചര്യം. പക്ഷേ MLA-മാരുടെ അനുകൂല സാഹചര്യം വി ഡിക്കില്ല. എന്തായാലും MLA-മാരുടെ ഹിതപരിശോധനയിൽ KC വേണുഗോപാലിന് അനുകൂലമായി ഭൂരിപക്ഷം MLA-മാരും നിലപാടെടുക്കുകയും ഘടകകക്ഷികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലമായി ഭൂരിപക്ഷം ഘടകകക്ഷി നേതാക്കളും ഹൈക്കമാൻഡ് പ്രതികളെ നിലപാട് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സംസ്ഥാന കോൺഗ്രസിൽ സമാനതകളില്ലാത്ത നാടകീയമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ നിർദ്ദേശം KPCC നേതൃത്വത്തിന് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള ഒരു നടപടികളും ഒരു പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന്. പക്ഷേ ഈ നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്തുകൊണ്ട് വി ഡി പക്ഷം പരാതിയുമായി ഹൈക്കമാൻഡിനെ തന്നെ സമീപിച്ചതിന് പിന്നാലെയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുൻനിരയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് പിന്നിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ, അതായത് തീരദേശ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വി ഡി സതീശനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ, സതീശൻ അനുകൂലികളുടെ, സതീശൻ അനുഭാവികളുടെ നിരയുണ്ട്. അവർ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഈ വലിയൊരു വിഭാഗം സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അവർ കന്റോൺമെന്റ് ഗേറ്റിന് മുമ്പിലേക്ക് എത്തും. വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ എന്ന ചോദ്യം ആകാംക്ഷയിൽ നിൽക്കുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഈ നാടകീയമായ നീക്കങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ലെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഒരു പ്രതിഷേധങ്ങളും നടത്തുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡ് നേരത്തെ നൽകിയതാണ്. ഡൽഹിയിലേക്ക് ഒരുമിച്ചാണ് പോകുന്നത്. ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യമായി വ്യക്തത വരേണ്ടതുണ്ട്. 3 ഫ്ലൈറ്റുകളിലാണ് 3 നേതാക്കന്മാരും പോകുന്നത് എന്ന 7:10 രമേശ് ചെന്നിത്തലയും 7:30 KPCC അധ്യക്ഷനും 8 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡൽഹിക്ക് സൂചനകൾ. അതിനിടെയാണ് ഈ വി ഡി സതീശൻ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പ്ലക്കാർഡുകളുമായിട്ടാണ് പാളയത്ത് തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വി ഡി അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മതേതര കേരളം വി ഡി സതീശനൊപ്പം എന്ന് മലപ്പുറത്തും ഫ്ലെക്സ് കാർഡുകൾ നിറങ്ങുന്നുണ്ട്. അങ്ങനെ കേരളം ഒട്ടാകെ വി ഡി സതീശന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നിൽക്കുന്നത്. അതിനിടയിൽ KC-യുടെ ഫ്ലെക്സുകൾ കരിയോയിൽ ഒഴിച്ചുകൊണ്ടും
ഇവർ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും തെരുവിലിറങ്ങുകയാണ് VD അനുകൂലികൾ. സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്താൻ പോവുകയാണ്. കുറച്ച് നിമിഷത്തിനുള്ളിൽ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അക്രമകരമായ രീതിയിലേക്ക് പ്രതിഷേധം മാറുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ മുദ്രാവാക്യം വിളിയുമായിട്ട് ഞാൻ തുടരാം. വലിയ തരത്തിലുള്ള ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് അതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ തെരുവിലിറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗമാണ് പടനയിച്ചവൻ നാട് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നത് DCC ഭാരവാഹികളും നഗരസഭാ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. അതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ നാടകീയമായ നീക്കങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഏത് തരത്തിലാകും എന്നതാണ് സുപ്രധാനമായ കാര്യം. എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധം, ഇത്തരത്തിലൊരു നീക്കം, പരസ്യമായി തെരുവിലിറങ്ങിയ ഒരു നീക്കം എന്നതിൽ നേതാക്കൾ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ഒരുപക്ഷെ ഈ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ അവസാനിക്കുമ്പോൾ അവിടെ വെച്ച് അവർ മാധ്യമങ്ങളോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നാണ് വിവരം. കേട്ടില്ല ഒന്നി കിടക്കണോ കൈ കോർത്ത് പിടിക്കാൻ ഏതായാലും
നിലപാടിന്റെ രാജകുമാരന് ആയിരം അഭിവാദ്യങ്ങൾ പട നയിച്ചവൻ നയിക്കട്ടെ കേരള നാട് ഭരിക്കട്ടെ ഒത്തൊരുമിച്ചൊരു കേരള ജനത. കാണുന്നത് ഇടത്തെ വശത്ത് കാണുന്നത് തലസ്ഥാനത്തുള്ള പ്രകടനവും വലത്തെ വശത്ത് കാണുന്നത് മലപ്പുറത്ത് നിന്നുള്ള പ്രകടനവുമാണ്. അങ്ങനെ തൃശ്ശൂരിലും നടക്കുന്നുണ്ട് പ്രകടനം. അങ്ങനെ കേരളം ഒട്ടാകെ തന്നെ VD സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. മതേതര കേരളം VDക്കൊപ്പം എന്ന ബാനർ ഉയർത്തിയാണ് മലപ്പുറത്ത് നടത്തുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പണം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് നയിക്കുന്നത്. ഡാൻ ഉണ്ട് വിശദാംശങ്ങൾ. ഡാൻ, ഇത് കൂടുതൽ ത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, തിരുവനന്തപുരം അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ തന്നെ നിൽക്കുന്നുണ്ട്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? അക്രമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്? കോൺഗ്രസ് സമീപകാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ഒരു സമരത്തിലും ഇങ്ങനെയൊരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. അത്രയധികം ആളുകൾ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിൽ പോലീസ് ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുമ്പിൽ KC വേണുഗോപാലിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സ് ബോർഡിന് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. അതിനിടയിലാണ് അതിന്റെ മറുവശത്ത് സ്ഥാപിച്ച KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിന് സമീപത്തെ കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്. പോലീസിന്റെ സുരക്ഷ മറുവശത്തുണ്ടായിരുന്നു. പക്ഷേ അത് ഈ വശത്തെ KC വേണുഗോപാലിന്റെ ചിത്രം പതിച്ച ഫ്ലെക്സ് പോലീസ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അതിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് VD അനുകൂലികൾ. അവിടെ നിന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വൈകാരികമായ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നടന്നു. വാഹനങ്ങൾ ഒരു വഴിയായി മാത്രമാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രതിഷേധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഹൈക്കമാൻഡ് നാളെ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനിരിക്കെ അതിനാടകീയമായ നീക്കങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ നടക്കുന്നു. KC വേണുഗോപാലിന്റെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പിന്തുണച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് വലിച്ചു കയറിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. അത് വലിച്ചു കയറിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുകയാണ്. പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൈകളടിച്ചുകൊണ്ട് മറ്റ് പ്രതിഷേധക്കാർ ഒപ്പം അവിടെ നിന്ന് അവർ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുന്നു. അതിന് പകരം അവിടെ VD സതീശന്റെ ചിത്രം പ്ലക്കാർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പടം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന VD സതീശന്റെ പ്ലക്കാർഡ്. അത് പ്രധാനപ്പെട്ടതാണ്. KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് കീറിയിരിക്കുന്നു. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് കീറുന്നു. കരിയോയിൽ പ്രതിഷേധം നടത്തി അവിടെ KCയുടെ മുഖത്തിന് മുകളിൽ VD സതീശന്റെ ബാനർ വെക്കുന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ബാനർ KCയുടെ മുഖത്തിന് മുകളിലൂടെ വെക്കുന്നു. എല്ലാം സാക്ഷിയായി ഉമ്മൻചാണ്ടി അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ അവിടെ നിൽക്കുന്നതിനിടയിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ പ്രതിഷേധം നടക്കുമ്പോഴാണ് അവിടെ KPCCയുടെ താക്കീത് ഉൾപ്പെടെ ഉണ്ട്. പ്രകടനം നടത്തരുത് എന്ന അണികൾക്ക് കൊടുത്തിരിക്കുന്ന താക്കീതിനിടയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഡാൻ അവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യാണ്. ഡാൻ തന്നെ പറയുന്നു, അടുത്ത കാലത്തായി UDF നടത്തിയ സമരത്തിൽ ഒന്നും കാണാതെ ഇത്ര വലിയ ജനപങ്കാളിത്തമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. ഡാൻ, എന്നാൽ അക്രമത്തിലേക്ക് നീങ്ങാൻ സാധ്യത കാണുന്നുണ്ടോ? ഇവിടെയാണ് ഏറ്റവും വലിയ, അതായത് പാലഭിഷേകം നടത്തിയ KC വേണുഗോപാലിന്റെ പാലഭിഷേകം നടത്തിയ ഫ്ലെക്സ് ബോർഡാണിത്. ആ ഫ്ലെക്സ് ബോർഡിലും സമാനമായ തരത്തിലുള്ള അതിക്രമം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അതിന്റെ സുരക്ഷ ഒരുക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി വൈകാരികമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധം കടക്കാതിരിക്കാൻ പോലീസ് മുൻകരുതൽ സ്വീകരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അത് അതിരുവിടുന്ന തരത്തിലേക്ക് മാറാതിരിക്കാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടാകുന്നത്. അതിന് തൊട്ടപ്പുറത്തായി VD സതീശന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കൂടിയുണ്ട്. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്ന് വ്യക്തമാക്കുന്ന VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് KC വേണുഗോപാലിന്റെ ചിത്രത്തിന് സമീപത്തുണ്ട്. അതിനടുത്താണ്, അതിന് നേരെ എതിർവശത്തിരുന്ന വേണുഗോപാലിന്റെ ചിത്രമാണ് വലിച്ചു കീറിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഇവിടെയും ഉണ്ടായാൽ അത് വൈകാരികമായ തരത്തിലേക്ക് രണ്ട് നേതാക്കളുടെ
അനുയായികൾ തമ്മിലുള്ള വൈകാരികമായ ഒരു പ്രതിഷേധമായി അത് മാറും. അതുണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് പോലീസ് ആ ഫ്ലെക്സ് ബോർഡിന് ഇപ്പോൾ സുരക്ഷയൊരുക്കുന്ന അസാധാരണമായ കാഴ്ച. 10 വർഷമായി 2016 മുതൽ 2026 വരെ പിണറായി സർക്കാരിനെ താഴെയിറക്കാനായി കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് സമരം നടത്തിയ ഈ സമര കവാടത്തിന് മുമ്പിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നു. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കയറാതിരിക്കാനായി പോലീസ് കാവൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അത്രയും വലിയൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. തലസ്ഥാനത്ത് മാത്രമല്ല, കേരളം ഒട്ടാകെ തന്നെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നുള്ള ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡ്, അവിടെ സെക്രട്ടേറിയറ്റ് അടുത്തുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡാണ് ഇവിടെ VD അനുകൂലികൾ. TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ VD അനുകൂലികൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായേ തീരൂ, അല്ലാതെ വേറെ ആരെയും കൂട്ടു നിൽക്കില്ല, സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ VD അനുകൂലികൾ നിൽക്കുന്നു. KCയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്നു. മറ്റൊരു ഫ്ലെക്സ് കീറാതിരിക്കാൻ വേണ്ടി പോലീസ് അവിടെ കാവൽ നിൽക്കുന്നു. രാഷ്ട്രീയമായി നടക്കുന്ന വലിയ നാടകങ്ങൾ, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയാണ്. അതിനിടയിൽ KPCCയുടെ താക്കീത് മുഖവിലയ്ക്ക് പോലും എടുക്കാതെ, വകവെക്കാതെ അണികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം. മാധ്യമ ക്യാമറകളുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അണികൾ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്ന സാഹചര്യം. എങ്ങനെ കാണണം ഈ രാഷ്ട്രീയ നീക്കം? അസാധാരണ സാഹചര്യങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇതാ ഇപ്പോൾ തലസ്ഥാന നഗരത്തില്, തൃശ്ശൂരില്, ഒപ്പം മലപ്പുറത്ത് ഇങ്ങനെ 3 ഇടങ്ങളിലായി പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം VD സതീശന് വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ്. തെരുവിലാണ് സമരങ്ങൾ ഉണർന്നത്, തെരുവിലാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ മൂല്യങ്ങൾ ഉണർന്നത്. നമ്മൾ മെയ് 4-ന് ബാലറ്റിലൂടെ ജനം അന്തിമ വിധി തീർത്ത ഒരു തീർപ്പുണ്ട്. ആ തീർപ്പ് UDF അനുകൂലമാണ്. ആ UDFന്റെ മുഖം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ജനപക്ഷ നായകൻ VD ആണ്. അത് വെറും കണക്കല്ല. ആ കണക്കിനെ സ്വാഭാവികവും ജനഹിത്തെ മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനകീയ നേതാവിനെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞയക്കണമെന്നതാണ് ഈ യുവജനതയുടെ. ഒരു കാര്യം, ഹൈക്കമാൻഡ് ഒരു നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ഇന്നലെ പൂർത്തിയായിരിക്കുന്നു. അതിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തെരുവിലേക്ക് ഇങ്ങനെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ചേർന്നതാണെന്ന് കരുതുന്നുണ്ടോ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, KSU സിന്ദാബാദ്, ഇതാണ് നമ്മുടെ സ്ലോഗൻ. ഈ സ്ലോഗത്തിനകത്ത് ഞങ്ങളെ പാർട്ടിയെ നയിക്കുന്നത് ഞങ്ങളുടെ ഹൈക്കമാൻഡ് തന്നെയാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം തെറ്റാകില്ല. ആ ഹൈക്കമാൻഡ് എന്നും നീതിക്കൊപ്പം നിന്നതാണ്. ആ നീതിമാനാണ് VD സതീശൻ. അപ്പൊ ആ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊരു ശരിയായ തീരുമാനം പ്രതിഷേധത്തിലൂടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നമ്മൾ പ്രതിഷേധം എന്നതിനെ പറയേണ്ട, ഇത് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഞങ്ങളുടെ അഭിവാദ്യ പ്രകടനമാണ്. അത് തീർച്ചയായും ഹൈക്കമാൻഡ് ഞങ്ങളുടെ ഈ ആത്മസംതൃപ്തിയെ, ഞങ്ങളുടെ ആത്മാഭിമാനത്തെ മാറ്റിവെക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലാണ് ജഷീർ പള്ളിവയലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി സമരമുഖങ്ങളിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് പലതവണ ഇതയായിട്ടുള്ള ജഷീർ പള്ളിവയലിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ അണിനിരന്നുകൊണ്ട് VD സതീശന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടം പിന്നിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധമല്ല, അഭിവാദ്യമാണെന്ന് പറയുന്നുണ്ട്. അഭിവാദ്യം VD സതീശനാണെങ്കിൽ ഇവിടെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ ഉൾപ്പെടെ കയറുന്ന സാഹചര്യം ഉണ്ട്. അതും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. അവിടെ കോഴിക്കോടാണ്. വലത്തെ വശത്ത് പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് എന്നുള്ള പ്രതിഷേധമാണ്. ഇടത്തെ വശത്ത് തിരുവനന്തപുരത്ത് നടക്കുന്നതാണ്. അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തെരുവിലേക്ക് ഇറങ്ങുന്നു, സെക്രട്ടേറിയറ്റ് വളയുന്നു, ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. അതിനിടയിൽ നേതാക്കൾ വൈകുന്നേരം ദില്ലിയിലേക്കും പറക്കുന്ന സാഹചര്യം. സജിത്തിലേക്ക് പോകുന്നു. സജിത്ത്, പ്രതിഷേധമല്ല, അഭിവാദ്യമാണ്. VD സതീശന് വേണ്ടിയുള്ള അഭിവാദ്യമാണ്, അല്ലാതെ ഒരു പ്രതിഷേധമല്ല എന്നാണ് ഇവിടെ അണികൾ പറയുന്നത്. അങ്ങനെ പ്രതിഷേധമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയുമോ നിങ്ങളുടെ സാഹചര്യത്തിൽ? ഇത് അഭിവാദ്യം എന്നതാണ് പ്രഖ്യാപനം. പക്ഷേ ഇത് ഫലത്തിൽ പ്രതിഷേധമായി മാറുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഫ്ലെക്സുകൾ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം, ഇത് കോൺഗ്രസിൽ അത്ര പരിചിതമല്ലാത്തതാണ്. ഇത് വലിയ പുതിയ നീക്കമായി കൂടി മാറുകയാണ്. ഇതിന്റെ എല്ലാ അടിസ്ഥാനം VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നതാണ്, ഡൽഹിയിലേക്ക് സമ്മർദ്ദം എത്തിക്കുക എന്നതാണ്. പക്ഷേ ഇത് വിപരീത ഫലമുണ്ടാക്കുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇന്ന് വൈകിട്ടാണ് 3 പ്രധാനപ്പെട്ട നേതാക്കൾ രാത്രി 8:30 ഫ്ലൈറ്റിനാണ് പോകുന്നത്. VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒപ്പം സണ്ണി ജോസഫും 3 പേരും ഒന്നിച്ച് ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് ഇന്നും നാളെയുമായി നിർണായക ചർച്ചകൾ നടക്കേണ്ടതാണ്. അപ്പോൾ നാളെ വൈകിട്ട് തന്നെ ചില തീരുമാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന ഇതാണ്,
പാർലമെന്ററി പാർട്ടിയിൽ VD സതീശന് ഭൂരിപക്ഷമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ. ഈ സാഹചര്യത്തിൽ ബദലായി ഘടകകക്ഷികൾ അതേസമയം VD സതീശന് പിന്തുണ വേണ്ടുതാനും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശന് വേണ്ടി പ്രവർത്തകരെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ഈ നീക്കം. ഒരുപക്ഷെ ഇത് VD ക്യാമ്പ് അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെയാവാം. എന്തു തന്നെയായാലും ഇത് വിപരീത ഫലമുണ്ടാക്കുമോ എന്നത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്, ഒപ്പം തന്നെ തൃശ്ശൂരിലുണ്ട്. ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള കേരളമൊട്ടാകെ തന്നെ പ്രതിഷേധം ശക്തമാവുന്നു. കോഴിക്കോടും പ്രതിഷേധം നിൽക്കുന്നു. കാവലാൾ VD സതീശൻ കേരളത്തെ നയിക്കട്ടെ എന്നുള്ളതാണ് അവിടെ ഫ്ലെക്സ് ബോർഡ്. അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലുള്ള വാചകങ്ങൾ വെച്ചിട്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ നിൽക്കുന്നത് എന്നതും കൂടി പറയണം. കോഴിക്കോട് MS അനീഷ് കുമാർ ചെയ്യുന്നു. അനീഷ്, തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധമാണ്, തൃശ്ശൂരും മലപ്പുറത്തും അതുപോലെ തന്നെ. കോഴിക്കോട് സാഹചര്യം എന്താണ്? തീർച്ചയായും കോഴിക്കോടും ഇതേ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ പ്രവർത്തകർ തന്നെയുണ്ട്. എന്താണ് ഇത്തരമൊരു പ്രകടനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള കാരണം? അത് ഇത്രയും കാലം ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയ കോൺഗ്രസിനെ, UDF-നെ ഒറ്റക്കെട്ടായി നയിച്ചു കൊണ്ടുപോയ സതീശൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള വികാരമാണ് ജനങ്ങൾ കണ്ടത്. പാർട്ടി പറഞ്ഞേക്കുന്നത് ഈ പ്രതിഷേധമോ അനുഭവ പ്രകടനവും നടത്തരുമെന്നല്ലേ? പാർട്ടി പ്രവർത്തകരാണോ? ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സതീശൻ വരണം എന്നുള്ളതാണ് ആഗ്രഹം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകൻ എന്നുള്ള ആൾക്ക് ലീഗിന്റെ പ്രവർത്തകനാണ്. ലീഗുകാർക്കും സതീശൻ വരണമെന്നാണ്. എന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ? എന്താ അങ്ങനെ വരാൻ ആഗ്രഹം? ഇതിനെ നയിച്ചു കൊണ്ടുവരുന്നത് സതീശനായിരുന്നു ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആൾക്ക്. ആ പ്രതിപക്ഷ നേതാവിന് ആണ് ഇത് കൊടുക്കേണ്ടതെന്നാണ് എന്റെ സ്വന്തം അഭിപ്രായം. ഈ KC വേണു ഒരു വലിയ നേതാവല്ലേ? ഈ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായ രാഹുൽ ഗാന്ധിയുടെ അടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു MP സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ. ആ MP സ്ഥാനം മതിയല്ലോ. MP MLA ആവേണ്ടതില്ലല്ലോ. MP അവിടുന്ന് മേലോട്ട് പോകാനല്ലോ ഉണ്ട്, താവോട്ട് വരെയല്ലോ ഉണ്ട്. എന്താണ് ചേട്ടാ ഇങ്ങനെ ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ ഈ ഫ്ലക്സ് ബോർഡ് ഒക്കെ ആയിട്ട് വരാനുള്ള? ഇത് ന്യായമായൊരു പ്രതിഷേധമാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസിനെ നയിക്കുന്ന VD സതീശൻ തന്നെ കാവലാളായി വരണമെന്നാണ് ഭൂരിപക്ഷം പ്രവർത്തകരുടെയും ആവശ്യം. സത്യസന്ധമാണ്. VD സതീശനേക്കാൾ വലിയ നേതാവല്ലേ KC വേണുഗോപാൽ? KC വേണുഗോപാൽ നേതാവല്ല എന്നാരും പറയുന്നില്ലല്ലോ. അർഹതപ്പെട്ടവന്, ജോലി ചെയ്തവന് കൂലി കിട്ടണം. അതാണ്. ചേട്ടൻ കോൺഗ്രസ് പ്രവർത്തകനാണോ അതോ ലീഗാണോ? 15 വയസ്സ് മുതൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. പല ഭാരാവിത്വവും വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ എടക്കാട് മണ്ഡലത്തിലെ മണ്ഡലം ഭാരവാഹിയ പേര്. ഈ ഹൈക്കമാൻഡ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഇത്തരം തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം നടത്തരുത്. ഹൈക്കമാൻഡ് അതൊക്കെ പറയും, അത് സാധാരണ പ്രവർത്തകർ ഉൾക്കൊള്ളൂല. അങ്ങനെ തന്നെയാണോ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പ്രതിഷേധമല്ല, അത് അവർക്കുള്ള ഒരു പിന്തുണയാണ്. കാരണം ഇതെല്ലാം ജനങ്ങൾ കാണണത്. കാരണം ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനങ്ങളൊക്കെ വരുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ജനസപ്പോർട്ട്, ജനവികാരം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കേരളം ഇത്തരം ഒരു വിജയത്തിന്റെ കാരണത്തിന് പിന്നിലാന്ന് ഏതൊരു കൊച്ചുകുട്ടികൾക്കും അറിയില്ലേ. VD സതീശൻ എന്ന നേതാവ് 5 കൊല്ലം മുൻപ് അദ്ദേഹം പടുത്തുയർത്തിയ ഒരു റിപ്പോർട്ടാണ് 102 സീറ്റ് എന്ന സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് എത്തിയതിന് അദ്ദേഹത്തെ ആക്കാൻ വേണ്ടത്. സത്യത്തിൽ ഇത് പ്രതിഷേധമല്ല, അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടുള്ള ഒരു ജസ്റ്റ് റൈറ്റ് ഇതാണെന്ന് മാത്രം. കോഴിക്കോട് എന്നുള്ള സാഹചര്യം അതാണ്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവാണ്. കേരളം ഒട്ടാകെ ഈ പ്രതിഷേധം ശക്തമായി നിൽക്കുന്നത്. ഞാൻ സജിത്തിലേക്ക് പോവാണ്. സജിത്തെ, VD ക്യാമ്പ് അറിയാണ്ടാണ് ഇത് ഇത്ര കേരളം ഒട്ടാകെ ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ള സ്വാഭാവികമായി ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വശത്ത്. 2, ഈ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അടുത്ത കാലത്തൊന്നും രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്രയധികം കമന്റുകൾ നിറഞ്ഞിട്ടില്ല. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റുകൾ നിറയുന്ന കാര്യം, സോഷ്യൽ മീഡിയ ട്രെൻഡ്, ജനങ്ങളുടെ ആവശ്യം, ഇത് വെച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള നിർണായകമായ ചോദ്യം. ഹരി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നു. 3 മിനിറ്റ് മുമ്പ് പോസ്റ്റ് ചെയ്താണ്. ഇതിൽ പറയുന്ന ഒരു കാര്യം, ചേരിതിരിഞ്ഞ പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകർ പിന്മാറണം എന്നാണ് VD സതീശൻ പറയുന്നത്. തിരുവനന്തപുരത്തെ ഇന്നത്തെ ഈ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ VD സതീശൻ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ആഘോഷത്തിന്റെ സമയമാണ്. കാരണം LDF-നെതിരെ നേടിയ വലിയ രാഷ്ട്രീയ വിജയം, അത്
ആഘോഷിക്കുന്നതിന് പകരം ഈ തരത്തിൽ പ്രകടനം പോകരുത് എന്നതാണ്. വി ഡി സതീശൻ ഇതാദ്യമായിട്ടാണ് ഈ ഫ്ലെക്സുകളടക്കം പ്രത്യക്ഷപ്പെടുന്ന വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. തൻ്റെ പേരിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് സതീശൻ പറയുന്ന കാര്യം. പക്ഷേ കേരളമെമ്പാടും പ്രവർത്തകർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും എതിർചേരി ഇത് സതീശൻ്റെ അറിവോടെയാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനമുണ്ടാക്കും. അത് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നതുകൂടിയാണ് കണ്ടറിയേണ്ടത്. ഡൽഹി ചർച്ചകൾ, നിർണായക ചർച്ചകൾ ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഈ നീക്കങ്ങൾ കൂടി എന്നത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതായത് ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ സ്വാഭാവികമായും അതൊരു പുതിയ സമ്മർദ്ദ ശക്തിയായി മാറുകയില്ലേ എന്ന ചോദ്യമുയരും. മാത്രമല്ല, നേതാക്കളെ പരസ്പരം ചെളിവാരി എറിയുകയും അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ശൈലി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് കൂടി ഓർക്കുക. ആ തരത്തിൽ നീക്കം നടക്കുമ്പോൾ മുന്നണിയുടെയും പാർട്ടിയുടെയും കെട്ടുറപ്പ് ബോധപൂർവം തന്നെ നശിക്കപ്പെടുകയല്ലേ എന്ന ചോദ്യമുണ്ടാവുകയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയ മുന്നണിയാണ് ഇങ്ങനെ തെരുവിൽ പോരടിക്കേണ്ടി വരുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ നേതാക്കളും പ്രവർത്തകരും തടിച്ചുകൂടുന്നത് മൗനാനുവാദത്തോടു കൂടിയല്ലേ, ഡൽഹിക്ക് മുന്നിൽ സമ്മർദ്ദം ചെലുത്താനല്ലേ എന്ന മറുചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം ആളുകൾ തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ്റെ പോസ്റ്റ് കൂടി പുറത്തു വരികയാണ്. എല്ലാവരും പിന്തിരിയണമെന്ന പോസ്റ്റാണ്. പക്ഷേ ഇത് ഏത് രീതിയിൽ കൂടി ഇതിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കെ സി വേണുഗോപാലിൻ്റെ ACC ജനറൽ സെക്രട്ടറിയുടെയൊക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വലിച്ചു കയറുന്നു, കരിയോയിൽ ഒഴിക്കുന്നു. ഈ തരത്തിലേക്കൊക്കെ വൈകാരികമായി പ്രവർത്തകർ കടക്കുന്നത് സ്വാഭാവികമായും വി ഡി സതീശൻ്റെ സാധ്യതയെ ബാധിക്കില്ല എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഡൽഹിക്ക് മുന്നിൽ, ഡൽഹി ചർച്ചകൾക്ക് മുന്നിൽ സമ്മർദ്ദമുയർത്തുകയാണ്. പാർലമെന്ററി പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല. MLA-മാരുടെ ഭൂരിപക്ഷം വി ഡി സതീശന് അനുകൂലമല്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നുകൂടി മനസ്സിലാക്കണം. അതായത് ഘടകകക്ഷികളുടെ പിന്തുണയുണ്ട്, പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനാണ് വരേണ്ടത് എന്നൊരു വികാരം ആ തരത്തിൽ ഉന്നയിക്കൂടിയാണ് ഈ നീക്കത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായി എതിർ ക്യാമ്പ് കൂടി ബദൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യും. അതുകൊണ്ട് വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം കടന്നു പോകുന്നത്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തരത്തിലുള്ള സംഘടിച്ച ആളുകൾ രംഗത്തെത്തുന്നു. അവർ നോക്കുക, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കെ സി വേണുഗോപാലിൻ്റെയും മറ്റും ഫ്ലെക്സുകൾ വലിച്ചു കയറുന്ന തരത്തിലേക്ക് വൈകാരിക പ്രകടനങ്ങളിലേക്ക് ആളുകൾ കടക്കുന്നു. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഈ തരത്തിലുള്ള നീക്കമുണ്ട്. പലയിടങ്ങളിലും ലീഗ് പ്രവർത്തകർ കൂടി, ലീഗിൻ്റെ താഴേക്കിടയിലുള്ള പ്രവർത്തകർ കൂടി തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, കൂടുതൽ സങ്കീർണാവസ്ഥകളിലേക്ക് പോകുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും ഇന്ന് വൈകിട്ട് 8:30-ക്കാണ് വി ഡി സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും കൂടി ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടത്. രണ്ടാംഘട്ട ചർച്ചകളിലേക്ക് കടക്കുന്നത് ഇന്ന് വൈകുന്നേരം 8:30-ക്ക് തിരിക്കും. വി ഡി സതീശന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, ഒന്ന് പൂർണ്ണമായി വായിക്കാം. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDF-ന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് പി ഡി സതീശൻ 8 മിനിറ്റുകൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റ്. എന്തായാലും അതിന് സതീശൻ അനുകൂലികൾ കമന്റുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് ചേരുന്നു. ഡാന്, എന്താണ് അവിടുത്തെ സാഹചര്യം? എങ്ങനെയാണ് പ്രവർത്തകരോട് പാർട്ടി തന്നെ പറയുന്നു പ്രകടനം നടത്തരുത്, ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി അവർ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ സതീശൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു പിന്മാറണം എന്നുള്ളത് തന്നെയാണ്. ആ പിന്മാറണം എന്നിട്ട പോസ്റ്റിനെ ബഹുമാന പുരസ്സരം മനസ്സിലാക്കിക്കൊണ്ട് അണികൾ മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുമില്ല. ആ പ്രതിഷേധക്കാർ അങ്ങനെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ GPO ജംഗ്ഷനിലേക്ക്, സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടം പിന്നിട്ടിപ്പോൾ GPO ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് ഇപ്പോൾ GPO ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ജഷീർ പള്ളിവയലിൻ്റെ നേതൃത്വത്തിൽ DCCയിലെ ഭാരവാഹികൾ നയിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് എത്തിയ വി ഡി സതീശൻ അനുകൂലികളുടെ പ്രകടനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു നിര കൂടെ സമാന്തരമായി വന്നതോടെയാണ് ഇതൊരു വലിയ ആൾക്കൂട്ടമായി മാറിയത്. അവർ ഒരേ ഒരു കാര്യം മാത്രം
നേതൃത്വം പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ്. അത് VD സതീശനാണ്. ഞങ്ങൾ വേറെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങൾ അംഗീകരിക്കില്ല. കേരളത്തിൽ 102 സീറ്റ് ഉണ്ടാക്കി തന്നെ 5 വർഷം രായും പകലും ഉറക്കം ഒഴിഞ്ഞ് VD സതീശൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ 102 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് VD സതീശനല്ലാതെ വേറൊരു നേതാവിനെ ആര് കെട്ടിയിറക്കിയാലും ഞങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് VD സതീശൻ. ഓക്കെ, അത്തരത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾ VD സതീശൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഹൈക്കമാൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ ഫലം കാണുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം സണ്ണി ജോസഫും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനിരിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അരങ്ങേറുന്നത് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ ഈ സമ്മർദ്ദ നീക്കങ്ങൾ ഫലം കാണുമോ, ഹൈക്കമാൻഡ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യം. കാരണം കെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നുണ്ടായ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. അതിന് സമാനമായ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഈ വൈകാരികമായ പ്രതിഷേധങ്ങൾക്ക് സംഘടിതമായ സ്വഭാവമുണ്ടെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് നേരത്തെ എത്തിയതും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ AICC ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. അതിനിടയിലാണ് VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ നിന്ന് GPO ജംഗ്ഷനിലേക്ക് വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ GPO ജംഗ്ഷനിൽ വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. അത്രമാത്രം ആളുകളുണ്ട് ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. എന്തായാലും അല്പസമയത്തിനകം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദത്തിനായി പരിഗണനാ പട്ടികയിലുള്ള പ്രധാനപ്പെട്ട 2 നേതാക്കൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. നാളെയാകും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചർച്ചകൾ ഡൽഹിയിൽ നടക്കുക. നാളെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് 10 ജൻപദ് വസതിയിൽ നിന്ന്, ഡൽഹിയിലെ 10 ജൻപദ് വസതിയിൽ നിന്ന് നിർണായകമായ ഒരു മറുപടി ഉണ്ടാകും. ആ മറുപടി സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും സാധാരണക്കാരായ പ്രവർത്തകരെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തുന്നതാകുമോ നിരാശപ്പെടുത്തുന്നതാകുമോ എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയാകുന്നത്. അത് തന്നെയാണ് നിർണായകമായ ചോദ്യം. നാളെ അതിന് കിട്ടും മറുപടി എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. തർക്കങ്ങൾ 2 പക്ഷത്തായി നിന്നുകൊണ്ട് കോൺഗ്രസിൽ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നു. എന്നാലും സജിത്ത്, ഈ പ്രധാനമായും നാളെ പോകുമ്പോഴേക്കും ഹൈക്കമാൻഡിലേക്ക് പ്രഷർ ചെലുത്തുക. കേരളം ആവശ്യപ്പെടുന്നത് ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ മലപ്പുറം, അങ്ങനെ കേരളം ഒട്ടാകെ തന്നെ ഇപ്പോൾ പ്രതിഷേധം നിൽക്കുമ്പോഴേക്കും ഇത് നേരെ തിരിച്ചു വരാൻ സാധ്യതയില്ല, തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയില്ല. ഹൈക്കമാൻഡ് അങ്ങനെ പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ കെ സുധാകരന്റെ കാര്യം എടുത്തു നോക്കിയാൽ പോലും അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. മറിച്ചൊരു തീരുമാനം ജനപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല ഇനി അങ്ങോട്ട്. കാരണം ഒരു വശത്ത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തീരുമാനമെടുത്താൽ കേരളത്തിൽ VD സതീശൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രബല വിഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകുമോ എന്ന ചോദ്യം മുന്നോട്ട് വെക്കുന്നു ഇപ്പോഴത്തെ ഈ പരസ്യ നീക്കങ്ങൾ. മറുവശത്ത് VD സതീശൻ്റെ ഈ സമ്മർദ്ദങ്ങൾ ബലം കണ്ട് VD സതീശന് അനുകൂലമായ തീരുമാനമുണ്ടായാൽ സതീശൻ പുതിയൊരു ചേരിയായി മാറുകയും അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയവും മറുവശത്ത്, ഇങ്ങനെ 2 വെല്ലുവിളികൾ ഒരേ സമയം നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അതിൽ താഴെ വരുന്ന പല കമന്റുകളും ശ്രദ്ധേയമാണ്. ഹരി, ഇതിൽ ഈ കമന്റുകൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് KC വേണുഗോപാലിന്റെ തന്നെ നീക്കമാണ്. കാരണം KCക്ക് മുന്നിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, കേരളത്തിലെ കോൺഗ്രസ് തൻ്റെ കൈവശമാണ്, ഇവിടുത്തെ MLA-മാരുടെ പൂർണ്ണ പിന്തുണ തനിക്ക് തന്നെയാണ്. അത്തരമൊരു സാധ്യത, അത്തരമൊരു നീക്കം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ പിന്നോട്ട് നിൽക്കും. പക്ഷേ മുഖ്യമന്ത്രി ഒഴികെയുള്ള ബാക്കി മന്ത്രിമാരുടെ മുഴുവൻ നിയമനം KC വേണുഗോപാലിൻ്റെ അക്കൗണ്ടിൽ നിന്നാവും, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാവും. അപ്പോൾ മന്ത്രിസഭയെ മൊത്തം നിയന്ത്രിക്കുന്ന തരത്തിലുള്ളൊരു സമ്മർദ്ദമാവുക. ഇങ്ങനെ പലരുടെയും പല കമൻറ്റുകളുമാണ് വരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നേതാക്കൾ സോഷ്യൽ മീഡിയയിലും പരസ്യമായും വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കി കഴിഞ്ഞു. സ്വാഭാവികമായും ആ ചേരിതിരിവിൻ്റെ പ്രകടനം കൂടിയാണ് ഈ പുറത്തു വരുന്നത്. നോക്കൂ, ആളുകൾ
പെട്ടെന്ന് സംഘടിച്ചല്ല വരുന്നത്. നമുക്ക് മുന്നിൽ സമാനമായ ചില പ്രതിഷേധങ്ങളും നീക്കങ്ങളും മുന്നിൽ കാണാൻ കഴിഞ്ഞത് VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് അതുമായി നേരിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതീതിയൊന്നുമല്ല VD സതീശൻ. എങ്കിൽ കൂടിയും ഈ പ്രകടനത്തിന് അത്തരം ഒരു സ്വഭാവമുണ്ട്. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാം, ഇവരെല്ലാം വളരെ സംഘടിതമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. നേരത്തെ സമയം നിശ്ചയിച്ച് ആളുകളെ കൂട്ടി ഫ്ലെക്സ് ബോർഡുകളും പ്ലക്കാർഡുകളും ഏന്തി അങ്ങനെ തങ്ങളുടെ അനുകൂല നേതാവിന് വേണ്ടി കളത്തിലിറങ്ങുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ വളരെ പ്ലാൻഡായി അതാണ് സഹിത ചോദ്യം. ക്യാമ്പ് അറിയാതെ ഇങ്ങനെ എല്ലാ പക്ഷത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഒരുമിച്ച് പ്ലക്കാർഡുകളും ഫ്ലെക്സുമായിട്ട് ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, സതീശൻ ഇതിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാടെടുക്കും. പക്ഷേ സ്വാഭാവികമായും സതീശൻ ഒരു ശക്തി പ്രകടനത്തിന് കൂടിയല്ലേ ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നത്. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നാളെ ഡൽഹിയിൽ നിർണായക ചർച്ച നടക്കുകയാണ്. അതിന് തൊട്ടു മുന്നിൽ കേരളത്തിന്റെ ഈ സാഹചര്യങ്ങൾ ഡൽഹിയിലും എത്തിക്കുക, ഈ സമ്മർദ്ദം അവിടെ എത്തിക്കുക. അതായത് നിലവിലുള്ളത് MLA-മാരുടെ പിന്തുണ കത്തും കണക്കും മാത്രമാണ്. അതാണ് ഹൈക്കമാൻഡ് മുന്നിലേക്ക് നിരീക്ഷകർ കൈമാറുന്നത്. അതിനപ്പുറം കേരളത്തിൽ മറ്റൊരു സാഹചര്യമുണ്ട്, അതുകൂടി പരിഗണിക്കണം എന്ന വാദമുയർത്താൻ കൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കമെന്ന് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പോഴത്തെ ഈ AICCയുടെ ഹിതപരിശോധനയിൽ VD സതീശൻ്റെ വാദങ്ങളും തന്ത്രങ്ങളും ഒന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, MLA-മാരുടെ പിന്തുണ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ദീപാദാസ് മുൻഷി അടക്കമുള്ള AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി അടക്കം ഈ 1-to-1 മീറ്റിങ്ങിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ അതും സമ്മതിക്കപ്പെട്ടിട്ടില്ല. ഇതോടുകൂടി MLA-മാരിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയി. സംസ്ഥാനത്തെ മുന്നണിയെ ഒരു സമര നേതാവായി നിന്ന് 5 വർഷങ്ങളിൽ നയിച്ച വ്യക്തിക്ക് MLA-മാരിൽ നിന്നും നേരിയ പിന്തുണ മാത്രമാണ് കിട്ടിയത് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇവിടുത്തെ MLA-മാരുടെ ബഹുഭൂരിപക്ഷം പിന്തുണ KC വേണുഗോപാലിലേക്ക് പോയ സാഹചര്യമുണ്ട്. ഇതെല്ലാം ഹൈക്കമാൻഡിന് മുന്നിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു കണക്കായി വരുമ്പോൾ ബദലൊരു നീക്കം കേരളത്തിൽ നടത്തുക, അതിൽ ഘടകകക്ഷികളുടെ പിന്തുണയുണ്ട്. ഇന്ന് തലസ്ഥാനത്തെത്തിയ പല ഘടകകക്ഷി നേതാക്കളും ഇതിനകം തന്നെ VD സതീശനെ എത്തി സന്ദർശിച്ച് മടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഘടകകക്ഷികൾ പൊതുവിൽ, കാരണം മുന്നണിയുടെ ചെയർമാൻ എന്ന രീതിയിൽ കൂടി VD സതീശനാണ് ഘടകകക്ഷികളുമായി കൂടുതൽ ആശയവിനിമയം നടത്തിയിരിക്കുന്നത്, ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഒരു സാധ്യതയായി ഉപയോഗിക്കുന്നുണ്ട്. മറിച്ച് പ്രവർത്തകർ ഈ തരത്തിൽ അവരെ തെരുവിലിറക്കുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് പുതിയൊരു സമ്മർദ്ദ നീക്കം കൂടിയായി മാറും. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ ഈ സമ്മർദ്ദം വിപരീത ഫലമുണ്ടാക്കുമോ, എന്ത് നിലപാടെടുക്കുമെന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. തനിക്കെതിരായ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും ഇത്തരമൊരു ശക്തി, ഇത്തരം പ്രവർത്തകരുടെ പൊതുവികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ കൂടി ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷെ VD സതീശൻ ക്യാമ്പ് മുന്നിൽ കാണുന്നുണ്ടാവും. അല്ല, അത് തന്നെയാണ് സഹിതം. ഇപ്പം സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നത് മാത്രമാണ് ഇവരെല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും. നാളെ തന്നെ ആയിരിക്കാം ഒരു പ്രഖ്യാപനം എന്നാണ് മനസ്സിലാക്കുന്നത്, നാളെ വൈകുന്നേരം തന്നെ. അപ്പോൾ പറയുന്നത് ഇതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ നാളെ KCക്ക് അനുകൂലമായിട്ടാണ് സാഹചര്യം മാറുന്നതെങ്കിൽ ഒരു പക്ഷേ കേരള രാഷ്ട്രീയം തന്നെ കാണുന്ന ഒരു വലിയ പിളർപ്പിലേക്ക് മാറും എന്ന കാര്യത്തിലും തർക്കമൊന്നും ഉണ്ടാവില്ല. പിളർപ്പ് അങ്ങനെ ഒരു നീക്കം നമുക്ക് കരുതുക വയ്യ ഹരി. പക്ഷേ മറിച്ച് കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ഒരു ചേരിതിരിവിന് അത് ഇടവയ്ക്കും. ഒരുപക്ഷെ ഇതൊരു താൽക്കാലിക പ്രതിഭാസമല്ലേ, ഈ തർക്കങ്ങളൊക്കെ ഏറെക്കാലം നീണ്ടു നിൽക്കുമോ, അത് കോൺഗ്രസിൽ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രീതിയും നീക്കങ്ങൾക്കും മറ്റൊരു മുഖം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ടൂൾ കൂടിയാണ്. അപ്പോൾ ആ ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറും. നോക്കുക, കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖമായിരുന്നു VD സതീശൻ. സതീശനെ മുൻനിർത്തിയാണ് എല്ലാ നീക്കങ്ങളും. പിണറായി വിജയനെതിരായ, ഇടതുപക്ഷത്തിനെതിരായ, സർക്കാരിനെതിരായ നീക്കങ്ങളെല്ലാം VD സതീശനായിരുന്നു അതിൻ്റെ മുഖം. അവിടെ നിന്ന് മാറി 5 വർഷത്തിനിപ്പുറം ഭരണം കിട്ടുമ്പോൾ അതിൽ മറ്റൊരാൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധം, ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വാദം. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിൽ KC വേണുഗോപാലിനെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് തന്നെ മാറിക്കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളുടെ മാൻഡേറ്റ് ഒരു വശത്ത് നടക്കുന്നു, മറിച്ച് ഇനി എടുക്കേണ്ട തീരുമാനം പാർട്ടിയാണ്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും ആ പ്രതിഷേധക്കാരെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അത് വഴി കൊണ്ടുവരും എന്ന പ്രതീക്ഷയും കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. അത് തന്നെ ഉയരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഈ പ്രകടനം നടത്തുന്നവരായാലും, ഇപ്പോൾ ഡാൻ ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തപ്പോൾ പോലും ആളുകൾ പറയുന്നത് 2021 41 കിടന്ന UDF-നെ പിടിച്ചുകൊണ്ടുവന്ന് 102 ആക്കുക. സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു 100-ന് മുകളിൽ സീറ്റ് കിട്ടും, അതനുസരിച്ച് തന്നെ കണക്കുകൾ വന്നു. 12 ഒരു ഡസൻ മന്ത്രിമാർ വീഴുമെന്ന് പറഞ്ഞു, അതും വന്നു. അപ്പോൾ കൃത്യമായി രാഷ്ട്രീയം പഠിച്ച് പാർട്ടിയെ മനസ്സിലാക്കി രാവും പകലും കഷ്ടപ്പെട്ട് സതീശൻ കൊണ്ടുവരുമ്പോൾ സതീശൻ അല്ലാതെ മറ്റാരും മുഖ്യമന്ത്രി ആവണം എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ആളുകൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഇതാണ് ചോദ്യം, ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് നിർബന്ധവുമില്ല.
പാർട്ടിക്ക് അവരുടേതായ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ജനങ്ങളുടെ വികാരത്തെ എതിർത്ത് നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ ഫേവറബിൾ ആവുമോ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായും UDFന്റെ വിജയത്തിന്റെ ഗ്ലാമർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ തെരുവ് നീക്കങ്ങളും സാഹചര്യങ്ങളും എല്ലാം. കാരണം ആ ഗ്ലാമർ ഒരു വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടായപ്പോൾ തീരുമാനം വൈകുന്നു. 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നോക്കൂ, വോട്ടെണ്ണി കഴിഞ്ഞ് ഇത്ര ദിവസം 4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും മുഖ്യമന്ത്രി ആരാവണം, മന്ത്രിസഭ എന്താവണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനവുമില്ല. ഘടകകക്ഷികൾക്കൊക്കെ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ, എത്ര കിട്ടിയാൽ എത്ര കിട്ടും, ഏത് വകുപ്പ് കിട്ടും, ഇങ്ങനെ ആശയക്കുഴപ്പം പലതുണ്ട്. മറ്റൊന്ന്, 4 ദിവസം പിന്നിടുന്നു, എത്രയും പെട്ടെന്ന് ഭരണ ചുമതലയിലേക്ക് വരണം. സങ്കീർണമായ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനുണ്ട്. സ്കൂളുകൾ തുറക്കാനിരിക്കുന്നു. സ്വാഭാവികമായും സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിന് പഴി കേൾക്കേണ്ടി വരിക പുതിയ സർക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അപ്പോൾ സർക്കാർ പെട്ടെന്ന് ചുമതലയേറ്റ് ഇവിടുത്തെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കേണ്ട സമയം കൂടിയാണ്. പരമാവധി ഒരു ദിവസത്തെ കാത്തിരിപ്പ്, ഇതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ആ തീരുമാനം എന്തായാലും അതുണ്ടാക്കുന്ന തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ വലിയ രീതിയിലുണ്ടാവും. അത് ചുരുങ്ങിയ ദിവസമെങ്കിലും നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പാണ്. കാരണം അത് ആ തരത്തിലേക്കാണ് ഇപ്പോൾ ചേരിതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഘടകകക്ഷികൾക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി വന്നാൽ ഇനി അങ്ങേയിട്ട് മന്ത്രിസഭയുടെ പ്രവർത്തനം എന്താകും എന്നതുകൂടിയാണ്. സ്വാഭാവികമായും വലിയ തർക്കങ്ങളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാവാം. മന്ത്രിസഭയിൽ തന്നെ അനിഷ്ടമുള്ള പലർ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രധാനമായും കോൺഗ്രസിനും UDFനും ഉള്ള നേട്ടം ഒരു വലിയ മജോറിറ്റി അവർക്കുണ്ട് എന്നത് തന്നെയാണ്. നിയമസഭയിൽ ഒരു വലിയ മജോറിറ്റി ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു കോൺഫിഡൻസ്. തർക്കങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചു വരുമെന്ന് അവർക്ക് പറയാൻ കഴിയുന്നതും. എന്തായാലും ഡൽഹി ചർച്ചകളിലേക്ക് ഇനി ശ്രദ്ധകൾ നീങ്ങുകയാണ്. ഡൽഹിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാകും, ഇപ്പോഴത്തെ ഈ ജനവികാരം അല്ലെങ്കിൽ പ്രവർത്തകരെ തെരുവിലിറക്കിയുള്ള ഈ നീക്കം ഡൽഹി ചർച്ചകളെ എത്ര കണ്ട് സ്വാധീനിക്കുമെന്നാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും സതീശൻ്റെ ഇന്നത്തെ ഈ നിർദ്ദേശത്തോടു കൂടി തന്നെ പൊതുവിലുള്ള ഈ പരസ്യ നീക്കങ്ങൾ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഈ നീക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാലാണ് അവരുടെ കണ്ണിലെ കരട്. KC വേണുഗോപാൽ ഒരുപക്ഷെ MLA മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആവേണ്ട ഒരു ഇടം ഇരിക്കൂരാണ്. ആ ഇരിക്കൂറിൽ തന്നെ KCക്കെതിരെ വലിയ നീക്കം നടക്കുന്നു. ആലപ്പുഴ KC വേണുഗോപാലിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നു. ഇങ്ങനെ KC വേണുഗോപാലിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള വലിയ നീക്കങ്ങൾ കൂടിയാണ് നടക്കുന്നത്. ഇതിൽ മറ്റൊരു നാടകീയത കൂടെയുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയെ വെട്ടാൻ KC വേണുഗോപാൽ തന്നെയാണ് VD സതീശനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ VD സതീശൻ മാറി നിൽക്കാത്ത സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും KC പക്ഷത്ത് നിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ കൂടിയാണ് പ്രസക്തമാവുന്നത്. അല്ല, അത് പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് സതീശ്. കാരണം ഇവിടെ ഇരിക്കൂറിൽ ഉൾപ്പെടെ KC നിൽക്കുകയാണെങ്കിൽ തന്നെ അവിടെ അതിനെതിരായി പ്രവർത്തിക്കാൻ ഉൾപ്പെടെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ഈ പ്രകടനം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രകടനമാണ്. നമുക്ക് നേരെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകാം. അവിടെ KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ പറയായിരുന്നു, നമ്മൾ കേരളം ഒട്ടാകെ തന്നെ VD അനുകൂലികൾ തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. KPCCയുടെ വിലക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. കാസർഗോഡ് സാഹചര്യം എന്താണ്? അവിടെയുള്ള പ്രതിഷേധക്കാർ എന്താണ് പറയുന്നത്? ഹാരി, സൈത്തെ, തീർച്ചയായും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ വിജയം നേടിയ ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 6 പതിറ്റാണ്ട് കാലത്തെ ഇടത് കോട്ട തകർത്താണ് UDF അവിടെ ഭരണത്തിലെത്തുന്നത്. അവിടെയാണിപ്പോൾ VD സതീശിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് തൃക്കരിപ്പൂരിൽ നടക്കുന്ന പ്രകടനമാണ്. VD സതീശിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ തോതിലുള്ള ആളുകൾ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തന്നെ മലയോര മേഖലയായ പരപ്പയിലും വലിയ പ്രതിഷേധം ഇത്തരത്തിൽ അലയടിക്കുന്നുണ്ട്. അതോടൊപ്പം കാഞ്ഞങ്ങാട് ടൗണിലും അല്പസമയത്തിനകം പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെയാണ്. നാടകീയമായ നീക്കങ്ങൾ, K നീലകണ്ഠന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടത്. അത്തരത്തിൽ VD സതീശിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉദുമ MLA ഉൾപ്പെടെ നടത്തുന്നുണ്ടായത്. പക്ഷേ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ ഇത്തരത്തിൽ KC വേണുഗോപാലിനെ ഭാഗത്ത് നിന്നു എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധം തൃക്കരിപ്പൂരിലും ഉയരുന്നുണ്ട്. ഏതായാലും തൃക്കരിപ്പൂറാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത്. തൃക്കരിപ്പൂർ നമുക്കറിയാം വലിയ വാശിയേറിയ പോരാട്ടം നടന്നു. സന്ദീപ് വാര്യർ ഒടുവിൽ അവിടെ വിജയിക്കുന്നു. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മലയോര മേഖല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരപ്പ ഭാഗങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധവുമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഹരി, വ്യക്തമാണ്. എന്തായാലും
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പ്രകടനം വളരെ ശക്തമായി നിൽക്കുകയാണ്. സാഹിത്യ, ഇനി KC ഘടകം എങ്ങനെയായിരിക്കും ഇത് പ്രതികരിക്കുക എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. കാരണം KCയുടെ ഫ്ലെക്സുകൾ കീറുക, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, ഒരു കൂറ്റൻ ഫ്ലെക്സ് സെക്രട്ടറിന്റെ മുന്നിൽ, അത് കീറിക്കളയാതിരിക്കാൻ വേണ്ടി ആ ദൃശ്യമാണ് ഇപ്പോൾ വലത്തേവശത്ത് കാണുന്നത്. ആ ഫ്ലെക്സ് ബോർഡ് കീറിക്കളയുക. വേറൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അതിൽ പോലീസ് കാവൽ നിന്ന് അതും കീറിക്കളഞ്ഞു. ആ ദൃശ്യമാണ് ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർ കാണുന്നത്, അതും കീറിക്കളയുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ KC അനുകൂലികൾ എങ്ങനെ പെരുമാറാനായിരിക്കും സാധ്യത? സൈത്ത് കേൾക്കാവോ? സൈത്ത്, KC അനുകൂലികളുടെ നീക്കം എന്താകുമെന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. സെക്രട്ടറിയിൽ സ്ഥാപിച്ച 2 ഫ്ലെക്സും കീറിക്കളഞ്ഞിരിക്കുന്നു. ഇതിന് മറുപടി സ്വാഭാവികമായിട്ടും KC അനുകൂലികൾ മിണ്ടാതിരിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തോന്നുന്നത്. അതാണ് സാഹചര്യം. പരസ്യ നീക്കത്തിന് ഒരു പക്ഷേ തയ്യാറായേക്കില്ല ഹരി. കാരണം അതിൽ അത്തരമൊരു നീക്കം നടത്തുന്നത് ഡൽഹിയിലെ ചർച്ചകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ എന്തായാലും തൽക്കാലം അവർ പിൻവാങ്ങുക എന്ന ലൈനായിരിക്കും. ഒരുപക്ഷെ സംഘടിക്കുന്നുണ്ടാവാം, പക്ഷേ കൃത്യമായ നിർദ്ദേശം പോയിട്ടുണ്ടാവാം KC ഗ്രൂപ്പുകളും. കാരണം ഒരു ബദൽ തിരിച്ചടി ഉണ്ടായെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അത് KC വേണുഗോപാലിൻ്റെ സാധ്യതകൾ കൂടി വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആ തരത്തിൽ നിർദ്ദേശം പോയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലുള്ള വികാരമുണ്ട് രണ്ടു പക്ഷത്തും. അതിൻ്റെ പ്രതിഫലനം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. ഈ തീരുമാനം ഏത് തന്നെയായാലും അത്തരമൊരു നീക്കം കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണേണ്ടി വരുമെന്നതുകൂടിയാണ് സാഹചര്യം. നാളെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ചർച്ച നാളെ തന്നെ, അതായത് ഞായറാഴ്ച മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ നേരത്തെ കേട്ടത്. പക്ഷേ നാളെ വൈകിട്ട് തന്നെ ഒരു പക്ഷേ തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയിട്ട് നടക്കുമെന്നൊരു പക്ഷേ നമുക്ക് കരുതേണ്ടി വരും. ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ്. നോക്കുക, ഇതിനകം തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സംബന്ധിച്ച് ഏറെക്കുറെ ധാരണകളിലേക്ക് വരികയാണ്. ഭരണപ്രതിസന്ധിയുള്ള തമിഴ്നാട്ടിൽ പോലും ഇന്ന് വൈകിട്ട് തന്നെ തീരുമാനമുണ്ടാവുകയും ഗവർണറെ കണ്ട് അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് പോവുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പവുമില്ലാത്ത വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്റ്റേറ്റിലാണ് മുഖ്യമന്ത്രി ആരാവും, മന്ത്രിസഭയുടെ പ്രത്യേകതകൾ, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുക. നിലവിലെ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ഒരു പക്ഷേ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ നടക്കാനാണ് സാധ്യത. അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതിനു മുമ്പ് ഉണ്ടാവേണ്ടത് പാർട്ടിയുടെ തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഒരു ആർജവമുള്ള തീരുമാനം ഏതു തരത്തിലുണ്ടാകും, അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്ത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഹരി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനമാണ് ഉണ്ടാവുന്നതെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് പോലുമില്ല എന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് മന്ത്രിസഭയിൽ ഇല്ലാതെ ഒരു MLA ആയി മാത്രം തുടർന്നാൽ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും ഒരു വശത്ത് നിൽക്കും. മറിച്ച് ഈ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഒരു മന്ത്രിസഭയിൽ ഒന്നിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന മറുവര വശവും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ തീരുമാനം നേരത്തെ തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് ഇങ്ങനെ തർക്കമായി മുന്നോട്ട് പോകുന്നു എന്നൊരവസ്ഥ കൂടിയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ തർക്കങ്ങളാണ്. ഇനി KC വേണുഗോപാലും VD സതീശനും എന്ന സാഹചര്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നറുക്ക് വീഴാനുള്ള സാധ്യത എത്രമാത്രം എന്നതുകൂടി പ്രസക്തമാണ്. രമേശ് ചെന്നിത്തല നമുക്കറിയാം, അദ്ദേഹവും ക്ലെയിം ഉന്നയിച്ച് രംഗത്തുള്ള വ്യക്തിയാണ്. രമേശിൻ്റെ ക്ലെയിം തനിക്ക് നേരത്തെ തന്നെയാണ് കിട്ടേണ്ട സ്ഥാനമായിരുന്നു, തനിക്കാണ് സീനിയോറിറ്റി. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ്, അതല്ലെങ്കിൽ തനിക്കാണ് ക്ലെയിം തന്നെയാണ്. എന്തായാലും നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ VD അനുകൂലികൾ കേരളം ഒട്ടാകെ തന്നെ പ്രതിഷേധം